ലൂക്കോസ് എഴുതിയ സുവിശേഷം അധ്യായം 8. അതിനുശേഷം യേശു ഓരോ പട്ടണത്തിൽ നിന്നും ഗ്രാമത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് ചുറ്റി സഞ്ചരിച്ചു പ്രസംഗിക്കുകയും ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം അറിയിക്കുകയും ചെയ്തു. തന്നോടൊപ്പം 12 ശിഷ്യർ ഉണ്ടായിരുന്നു. അശുദ്ധാത്മാക്കളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും സൗഖ്യം പ്രാപിച്ച ചില സ്ത്രീകളും ഒപ്പമുണ്ടായിരുന്നു. അവരിൽ മഗ്ദലക്കാരി എന്ന് വിളിക്കപ്പെട്ടിരുന്നവളും 7 ഭൂതാത്മാക്കൾ വിട്ടുപോയവളുമായ മറിയയും ഹെരോദാവിൻ്റെ കാര്യസ്ഥനായിരുന്ന കൂസയുടെ ഭാര്യ യോഹന്നയും സൂസന്നയും തങ്ങളുടെ സമ്പാദ്യം കൊണ്ട് യേശുവിനെയും ശിഷ്യരെയും സഹായിച്ചുകൊണ്ടിരുന്ന മറ്റനേകം സ്ത്രീകളും ഉണ്ടായിരുന്നു. തൻ്റെ അടുത്ത് വലിയ ജനക്കൂട്ടവും വിവിധ പട്ടണങ്ങളിൽ നിന്നും സഞ്ചരിച്ച് അനേകരും എത്തിയപ്പോൾ യേശു ഒരു ഉപമ പറഞ്ഞു. വിതയ്ക്കുന്നവൻ തൻ്റെ വിത്ത് വിതയ്ക്കാൻ പുറപ്പെട്ടു. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികിൽ വീണു. അവ ചവിട്ടി മെതിക്കപ്പെടുകയും ആകാശത്തിലെ പക്ഷികൾ തിന്നുകളയുകയും ചെയ്തു. ചില വിത്തുകൾ പാറപ്പുറത്ത് വീണ് മുളച്ചെങ്കിലും നനവില്ലാഞ്ഞതിനാൽ അവ ഉണങ്ങിപ്പോയി. മറ്റു ചിലത് മുള്ളുകൾക്കിടയിൽ വീണു. മുള്ളുകളും അവയോടൊന്നിച്ച് വളർന്ന് അവയെ ഞെരുക്കിക്കളഞ്ഞു. എന്നാൽ വേറെ ചിലത് നല്ല മണ്ണിൽ വീണു. അവ വളർന്നു 100 മടങ്ങ് വിളവ് നൽകി. ഇത് പറഞ്ഞിട്ട് യേശു, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. ഈ ഉപമയുടെ അർത്ഥം എന്താണെന്ന് ശിഷ്യർ ചോദിച്ചപ്പോൾ യേശു ഉത്തരമായി പറഞ്ഞത്, ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങളെക്കുറിച്ചുള്ള അറിവ് നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു. എന്നാൽ മറ്റുള്ളവർക്ക് അവർ കണ്ടിട്ടും കാണാതിരിക്കാനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കാനുമായി ഉപമകളിലൂടെയാണ് നൽകപ്പെട്ടിരിക്കുന്നത്. ഉപമ ഇതാണ്: വിത്ത് ദൈവവചനമാണ്. വഴിയരികെയുള്ളവർ കേൾക്കുന്നവർ എങ്കിലും പിശാച് വന്ന് അവരുടെ ഹൃദയത്തിൽ നിന്നും ആ വചനം എടുത്തു കളയുന്നു. അതിനാൽ അവർക്ക് വിശ്വസിച്ച് രക്ഷിക്കപ്പെടാൻ കഴിയുന്നില്ല. പാറമേലുള്ളതോ കേൾക്കുമ്പോൾ വചനം ആനന്ദത്തോടെ സ്വീകരിക്കുന്നവരാണ്. അല്പകാലത്തേക്ക് വിശ്വസിക്കുമെങ്കിലും വേരില്ലാത്തതിനാൽ പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ വീണുപോകുന്നു. മുള്ളുകൾക്കിടയിൽ വീണത് വചനം കേൾക്കുന്നവരാണ്. എങ്കിലും അവരുടെ ജീവിതയാത്രയിൽ ജീവന ചിന്തകളാലും സമ്പത്തിനാലും സുഖങ്ങളാലും അവർ ഞെരുക്കപ്പെടുന്നു. അവയുടെ ഫലം പാകമാകുന്നില്ലതാനും. നല്ല മണ്ണിൽ വീണ വിത്താകട്ടെ വചനം കേട്ട് ഉത്തമവും നിർമ്മലവുമായ ഹൃദയത്തിൽ സംഗ്രഹിച്ച് സ്ഥിരമായ സഹിഷ്ണുതയോടെ ഫലം കായ്ക്കുന്നവരാണ്. വിളക്ക് കൊളുത്തിയിട്ട് ആരും അതിനെ പാത്രം കൊണ്ട് മൂടുകയോ കട്ടിലിൻ്റെ കീഴിൽ വയ്ക്കുകയോ ചെയ്യുന്നില്ല. പകരം അകത്ത് പ്രവേശിക്കുന്നവർ വെളിച്ചം കാണേണ്ടതിന് വിളക്ക് കാലിന്മേലാണ് വയ്ക്കുന്നത്. മറച്ചിരിക്കുന്നതൊന്നും വെളിപ്പെടാതെ പോകുന്നില്ല. അറിയപ്പെടാതെയും വെളിച്ചത്ത് വരാതെയും ഇരിക്കുന്ന ഒരു രഹസ്യവുമില്ല. അതുകൊണ്ട് നിങ്ങൾ എങ്ങനെ കേൾക്കുന്നുവെന്ന് ശ്രദ്ധിക്കുക. കാരണം ഉള്ളവന് കൂടുതൽ നൽകപ്പെടും, എന്നാൽ ഇല്ലാത്തവനിൽ നിന്നും അവനുണ്ടെന്ന് കരുതുന്നത് പോലും എടുത്തു കളയും. അനന്തരം യേശുവിൻ്റെ അമ്മയും സഹോദരന്മാരും തന്നെ കാണാൻ വന്നു. എന്നാൽ ജനക്കൂട്ടം നിമിത്തം തൻ്റെ അടുത്ത് എത്താൻ അവർക്ക് കഴിഞ്ഞില്ല. അങ്ങയുടെ അമ്മയും സഹോദരന്മാരും കാണാൻ ആഗ്രഹിച്ച് പുറത്തു നിൽക്കുന്നുവെന്ന് യേശുവിനെ അറിയിച്ചു. അതിന് യേശു, ദൈവത്തിൻ്റെ വചനം കേൾക്കുകയും അത് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരന്മാരും എന്ന് ഉത്തരം പറഞ്ഞു. ഒരു ദിവസം യേശു ശിഷ്യരോടുകൂടി ഒരു വഞ്ചിയിൽ കയറി അവരോട്, നമുക്ക് തടാകത്തിൻ്റെ അക്കരയ്ക്ക് പോകാം എന്ന് പറഞ്ഞു യാത്ര പുറപ്പെട്ടു. അങ്ങനെ അവർ യാത്ര ചെയ്യുമ്പോൾ യേശു ഉറങ്ങിപ്പോയി. അപ്പോൾ അത്യുഗ്രമായ ഒരു കൊടുങ്കാറ്റ് തടാകത്തിൽ ആഞ്ഞടിച്ചു. വഞ്ചിയിൽ വെള്ളം നിറഞ്ഞ് അവർ വലിയ അപകടത്തിലുമായി. അപ്പോൾ ശിഷ്യർ അരികെ ചെന്ന് യേശുവിനെ ഉണർത്തിയിട്ട്, കർത്താവേ, കർത്താവേ, ഇതാ നാം നശിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യേശു എഴുന്നേറ്റ് കാറ്റിനെയും ഉഗ്രമായ തിരമാലകളെയും ശാസിച്ചു. അവ നിലച്ചു, ശാന്തമായി. യേശു ശിഷ്യരോട്, നിങ്ങളുടെ വിശ്വാസം എവിടെ എന്ന് ചോദിച്ചു. അവർ ഭയപ്പെട്ടു, ആരാണിത്? കാറ്റിനോടും വെള്ളത്തോടും അദ്ദേഹം കൽപ്പിക്കുമ്പോൾ അവ അനുസരിക്കുന്നല്ലോ എന്ന് പരസ്പരം വിസ്മയത്തോടെ പറഞ്ഞു. പിന്നെ അവർ ഗലീല തടാകത്തിൻ്റെ മറുകരയുള്ള ഗരസേന്യ ദേശത്തേക്ക് പോയി. യേശു കരയ്ക്കിറങ്ങിയപ്പോൾ പട്ടണത്തിൽ നിന്നും ഭൂതബാധിതനായ ഒരാൾ യേശുവിന് നേരെ വന്നു. വളരെ നാളുകളായി അയാൾ വസ്ത്രം ധരിച്ചിരുന്നില്ല. വീടിന് പകരം ശവക്കല്ലറകളിലാണ് താമസിച്ചിരുന്നത്. അയാൾ യേശുവിനെ കണ്ടപ്പോൾ നിലവിളിച്ചുകൊണ്ട് കാൽക്കൽ വീണു. യേശുവേ, അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്ര, അങ്ങേക്ക് ഞങ്ങളോട് എന്ത് കാര്യം
എന്നെ ഉപദ്രവിക്കരുത് എന്ന് ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു എന്ന് അയാൾ അത്യുച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. കാരണം ആ മനുഷ്യനെ വിട്ടു പുറത്തു വരാൻ യേശു ദുഷ്ടാത്മാവിനോട് കൽപ്പിച്ചിരുന്നു. അത് പലപ്പോഴും അയാളെ പിടികൂടിയിരുന്നു. ചങ്ങലകളും വിലങ്ങുകളും കൊണ്ട് ബന്ധിച്ച് കാവലിൽ സൂക്ഷിച്ചിട്ടും അയാൾ അതെല്ലാം തകർക്കുകയും വിജന സ്ഥലങ്ങളിലേക്ക് ആ ഭൂതാത്മാക്കൾ അയാളെ ഓടിക്കുകയും ചെയ്യുമായിരുന്നു. യേശു അയാളോട് നിന്റെ പേരെന്താണ് എന്ന് ചോദിച്ചു. അനേകം ഭൂതാത്മാക്കൾ അയാളിൽ പ്രവേശിച്ചിരുന്നത് കൊണ്ട് ലെഗിയോൻ എന്ന് അയാൾ മറുപടി പറഞ്ഞു. പാതാളത്തിലേക്ക് പോകാൻ തങ്ങളോട് കൽപ്പിക്കരുതെന്നും അവ യേശുവിനോട് അപേക്ഷിച്ചു. ആ മലയിൽ വലിയൊരു പന്നിക്കൂട്ടം മേയുന്നുണ്ടായിരുന്നു. അവയിൽ പ്രവേശിക്കാൻ തങ്ങൾക്ക് അനുവാദം നൽകണമെന്ന് ഭൂതാത്മാക്കൾ യേശുവിനോട് യാചിച്ചു. അവിടുന്ന് അനുവാദം നൽകി. അപ്പോൾ ഭൂതാത്മാക്കൾ ആ മനുഷ്യനിൽ നിന്നും പുറത്തു കടന്ന് പന്നികളിൽ പ്രവേശിച്ചു. ആ പന്നിക്കൂട്ടം കടും തൂക്കായ ചെരുവിൽ കൂടി തടാകത്തിലേക്ക് പാഞ്ഞിറങ്ങി മുങ്ങിച്ചെത്തു. പന്നികളെ മേയ്ക്കുന്നവർ ഇതെല്ലാം കണ്ട് ഓടിപ്പോയി പട്ടണത്തിലും നാട്ടിൻ പുറങ്ങളിലും വിവരമറിയിച്ചു. എന്താണ് സംഭവിച്ചതെന്ന് കാണാൻ ജനമെല്ലാം യേശുവിൻ്റെ അടുത്തെത്തി. ഭൂതാത്മാക്കൾ വിട്ടുപോയ മനുഷ്യൻ വസ്ത്രം ധരിച്ച് സുബോധത്തോടെ യേശുവിൻ്റെ പാദത്തിൽ ഇരിക്കുന്നത് കണ്ടപ്പോൾ അവർ ഭയപ്പെട്ടുപോയി. ഭൂതബാധിതൻ എങ്ങനെ സൗഖ്യമായി എന്ന് ദൃക്സാക്ഷികൾ ജനങ്ങളോട് വിവരിച്ചു. അപ്പോൾ ഗെരസേന്യ ദേശത്തിലും പരിസരങ്ങളിലും ഉള്ളവർ എല്ലാം വല്ലാതെ ഭയപ്പെട്ട് യേശുവിനോട് തങ്ങളെ വിട്ടു പോകണമെന്ന് അപേക്ഷിച്ചു. അങ്ങനെ യേശു വഞ്ചിയിൽ കയറി മടങ്ങിപ്പോന്നു. ഭൂതാത്മാക്കൾ വിട്ടുമാറിയ മനുഷ്യൻ യേശുവിനോട് കൂടെ പോരാൻ അപേക്ഷിച്ചെങ്കിലും അവിടുന്ന് അവനോട് നീ വീട്ടിൽ മടങ്ങിച്ചെന്ന് ദൈവം നിനക്ക് വേണ്ടി ചെയ്ത വൻ കാര്യങ്ങൾ വിവരിക്കുക എന്ന് പറഞ്ഞ് അവനെ യാത്രയാക്കി. അവൻ പോയി യേശു തനിക്ക് ചെയ്ത വലിയ കാര്യങ്ങൾ ആ പട്ടണത്തിലെങ്ങും അറിയിച്ചു. യേശു മടങ്ങി വന്നപ്പോൾ ജനക്കൂട്ടം തന്നെ സ്വാഗതം ചെയ്തു. അവർ എല്ലാവരും അദ്ദേഹത്തിനായി കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു സിനഗോഗിൻ്റെ അധികാരിയായ യായിറോസ് എന്നു പേരുള്ള മനുഷ്യൻ വന്ന് യേശുവിൻ്റെ പാദത്തിൽ വീണ് തൻ്റെ വീട്ടിലേക്ക് വരണമെന്ന് കേണപേക്ഷിച്ചു. ഏകദേശം 12 വയസ്സായ അയാളുടെ ഏകപുത്രി മരണാസന്നയായി കിടക്കുകയായിരുന്നു. യേശു പോകുമ്പോൾ വലിയൊരു ജനക്കൂട്ടം തന്നെ തിക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ 12 വർഷമായി രക്തസ്രവം ബാധിച്ച തൻ്റെ സമ്പാദ്യമെല്ലാം വൈദ്യന്മാർക്ക് കൊടുത്തിട്ടും സൗഖ്യമാക്കാൻ ആർക്കും കഴിയാതിരുന്ന ഒരു സ്ത്രീ യേശുവിൻ്റെ പിന്നിലെത്തി തൻ്റെ വസ്ത്രത്തിൻ്റെ വക്കിൽ തൊട്ടു. ഉടനെ അവളുടെ രക്തസ്രവം നിലച്ചു. ആരാണ് എന്നെ തൊട്ടത് എന്ന് യേശു ചോദിച്ചു. എല്ലാവരും അത് നിഷേധിക്കുമ്പോൾ പത്രോസ്, കർത്താവേ, ജനങ്ങൾ അങ്ങയെ തിക്കിത്തിരക്കുകയാണല്ലോ എന്ന് പറഞ്ഞു. എന്നാൽ യേശു, ആരോ ഒരാൾ എന്നെ തൊട്ടിട്ടുണ്ട്, എന്നിൽ നിന്നും ശക്തി പുറപ്പെട്ടത് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. തനിക്ക് മറിഞ്ഞിരിക്കാൻ സാധ്യമല്ല എന്ന് സ്ത്രീ കണ്ടപ്പോൾ വിറച്ചുകൊണ്ട് വന്ന് തൻ്റെ കാൽക്കൽ വീണു. എന്തിനാണ് താൻ യേശുവിനെ തൊട്ടത് എന്നും എങ്ങനെയാണ് തൽക്ഷണം സൗഖ്യം ലഭിച്ചത് എന്നും ജനമെല്ലാം കേൾക്കെ വിവരിച്ചു പറഞ്ഞു. യേശു അവളോട്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ സൗഖ്യമാക്കിയിരിക്കുന്നു, സമാധാനത്തോടുകൂടെ പോകുക എന്ന് പറഞ്ഞു. യേശു സംസാരിക്കുമ്പോൾ തന്നെ സിനഗോഗ് അധികാരിയുടെ വീട്ടിൽ നിന്നും ഒരാൾ വന്ന്, അങ്ങയുടെ മകൾ മരിച്ചുപോയി, ഇനി ഗുരുവിനെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് പറഞ്ഞു. ഇത് കേട്ട യേശു യായിറോസിനോട്, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, എന്നാൽ അവൾക്ക് സൗഖ്യം വരും എന്ന് മറുപടി നൽകി. അവിടുന്ന് യായിറോസിൻ്റെ വീട്ടിൽ എത്തിയപ്പോൾ പത്രോസ്, യോഹന്നാൻ, യാക്കോബ് എന്നിവരെയും ആ കുട്ടിയുടെ മാതാപിതാക്കളെയും അല്ലാതെ മറ്റാരെയും തന്നോടൊപ്പം അകത്ത് കടക്കാൻ അനുവദിച്ചില്ല. എല്ലാവരും അവളെ ഓർത്ത് കരയുകയും വിലപിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യേശു അവരോട്, കരയേണ്ട, അവൾ മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണ് എന്ന് പറഞ്ഞു. അവൾ മരിച്ചുപോയി എന്ന് അറിഞ്ഞിരുന്നതിനാൽ ജനമെല്ലാം യേശുവിനെ പരിഹസിച്ചു. എന്നാൽ അവിടുന്ന് അവളുടെ കൈക്ക് പിടിച്ചുകൊണ്ട്, മകളെ, എഴുന്നേൽക്കുക എന്ന് ഉച്ചത്തിൽ വിളിച്ചു. അപ്പോൾ അവളുടെ ആത്മാവ് മടങ്ങി വന്നു. അവൾ ഉടനെ എഴുന്നേറ്റ് അവൾക്ക് എന്തെങ്കിലും ഭക്ഷണം നൽകാൻ യേശു നിർദ്ദേശിച്ചു. അവളുടെ മാതാപിതാക്കൾ അമ്പരന്നുപോയി. എന്നാൽ സംഭവിച്ചതൊന്നും ആരോടും പറയേണ്ട എന്ന് അവിടുന്ന് അവരോട് കൽപ്പിക്കുകയും ചെയ്തു.